ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ടൈമിൽ നമുക്ക് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി. ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് കണ്ണൻ വന്നിട്ട് പറഞ്ഞത്, ഇനി കുറച്ച് കൂന്തൽ എടുത്തിട്ട് ഉള്ളിലൊക്കെ നിറച്ച് കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാനായിട്ട്. ഈ കൂന്തൽ നിറച്ചത് എന്ന് പറയുന്നത് ഒരു കേട്ടുകേഴ്വി അല്ലാതെ എനിക്കറിയില്ല കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന്. അങ്ങനെ വേഗം യൂട്യൂബ് എടുത്ത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടെത്തി കേട്ടോ. അങ്ങനെ കുറച്ച് കൂന്തൽ മുറിക്കാണ്ട് വൃത്തിയാക്കി എടുത്തു. അതിൻ്റെ തലഭാഗം ഉണ്ടല്ലോ, താഴ്ന്ന ഭാഗം, ആ ഭാഗം എടുത്ത് ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെച്ചു കേട്ടോ. എന്നാൽ നമുക്കിനി കുറച്ച് നാളികേരം വേണം, പിന്നെ ഒരു സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി. നാളികേരം ചിരകി മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടി ചോപ്പ് ചെയ്തെടുത്തു. പിന്നെ തക്കാളിയും ചോപ്പ് ചെയ്തെടുത്തു. നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ലപോലെ മൂപ്പിക്കാം. മൂത്ത് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഉപ്പ് ചേർക്കാൻ വിട്ടു പോകണ്ട കേട്ടോ. അതിനുശേഷം കൂന്തലിൻ്റെ താഴ്ഭാഗത്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കാം. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നല്ലപോലെ വേവിക്കാം. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. കൂന്തലിൽ നിന്ന് ഊറി വരുന്ന വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കുമ്പോൾ ഒരു പിടി നാളികേരം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് കറിവേപ്പിലയും തൂക്കി ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ആ കറിവേപ്പിലയുടെ മണമൊക്കെ എല്ലാത്തിലും ഒന്ന് പിടിക്കട്ടെ. കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തലുണ്ടല്ലോ, അതിനകത്തേക്ക് ഈ ഫില്ലിങ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തിക്കൊടുക്കാം. ഈ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നതൊന്നും പുറത്തേക്ക് പോവാതിരിക്കാനാണ് കേട്ടോ ഈ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കുത്തി വെക്കുന്നത്. അങ്ങനെ എല്ലാ കൂന്തലും ഇങ്ങനെ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കുത്തിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് നല്ലപോലെ തേച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ മൊരിയിച്ച് വറുത്ത കോരി മാറ്റി വെക്കാം. അപ്പോൾ ഇനി കൂന്തൽ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകണ്ട കേട്ടോ. വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.